LGS പരീക്ഷയിലെ ഗണിതം മെന്റൽ എബിലിറ്റി അതിന് സഹായകരമായ ചോദ്യങ്ങളാണ് നാലാമത്തെ ഭാഗം. ഇതിൽ 20 ചോദ്യങ്ങൾ പരിചയപ്പെടാം. തുടങ്ങാം. 24,000 രൂപക്ക് 15% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന പലിശ എത്ര? ചോദ്യം ശ്രദ്ധിച്ചല്ലോ. ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? പലിശയാണ്. അത് കൂട്ടുപലിശ നിരക്കിലാണ് കാണുന്നത്. കൂട്ടുപലിശ നിരക്കിൽ പലിശ കാണാൻ എന്താണ് വഴി? 2 വർഷത്തേക്കാണ് 24,000 രൂപ മുതൽ 15% പലിശ നിരക്ക്. അപ്പോൾ എളുപ്പം എന്താണെന്ന് വെച്ചാല് കൂട്ടുപലിശയുടെ കാര്യം പറയുമ്പോൾ അതിന്റെ ആകെ തുക കാണാൻ ഒരു സൂത്രവാക്യം ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആകെ തുക കിട്ടും. ആ ആകെ തുകയിൽ നിന്ന് ഈ മുതല് 24,000 രൂപ കുറച്ച് എന്തായി? പലിശയായി. ആകെ തുക എന്ന് പറയുന്നത് പലിശ അടക്കമുള്ള തുക. അത് കാണാൻ ഒരു സൂത്രവാക്യം ഉണ്ടല്ലോ. എന്തായിരുന്നു അത്? പി ഗുണിക്കണം 1+r all raised to n. ഇതാണ് അതിന്റെ സൂത്രവാക്യം. പി എന്ന് പറയുന്നത് എത്രയാണ്? മുതൽ 24,000. ഇത് 1 തന്നെ. ആ പലിശ നിരക്ക് n എന്ന് പറയുന്നത് അതിന്റെ കാലയളവ്. ഇവിടെ 2 വർഷമാണല്ലോ. അപ്പൊ ഇത് പ്രകാരം 24,000 ഗുണിക്കണം 1+r. ഇവിടെ പലിശ നിരക്ക് എത്രയാണ്? 15%. അപ്പൊ പലിശ നിരക്ക് 15% 1+r എന്തായിരിക്കും അറിയോ? അത് 115 ആയിരിക്കും. അപ്പൊ ഗുണിക്കണം 115/100. പലിശ നിരക്ക് എപ്പോഴും ശതമാനമാണല്ലോ. അപ്പൊ 115/100 all raised to n. എന്ന് പറഞ്ഞാൽ എത്രയാ? ഇവിടെ 2 വർഷമാണ്. അപ്പൊ അതൊന്ന് കണ്ടുനോക്കാം അല്ലേ. 24,000 ഗുണിക്കണം 115/100 ഗുണിക്കണം 115/100 all raised to 2 എന്ന് പറഞ്ഞാൽ 115/100 ഗുണിക്കണം 115/100 2 പ്രാവശ്യം. ഇനി ഇതിലെ 2 പൂജ്യം, ഇവിടെ 2 പൂജ്യം, ഇവിടുത്തെ 1 പൂജ്യം, 1 പൂജ്യം കിട്ടി. ഇനി 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. ഇത് 12 കിട്ടും. 115നെ 5 കൊണ്ട് ഹരിച്ചാൽ 23 കിട്ടും. അപ്പൊ എന്ത് വന്നു? 23 ഗുണിക്കണം 12 ഗുണിക്കണം 115. 115 ഗുണിക്കണം 12 ഗുണിക്കണം 23. ഇങ്ങനൊരു ചോദ്യം തന്നാല് ഇതുപോലെ വിശദമായിട്ട് തന്നെ ചെയ്ത് നോക്കണം. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പോ 115നെ 12 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 12 5 60 6 12 11 132 6 138. അതിനെ 23 കൊണ്ട് ഗുണിക്കണം. 23 കൊണ്ട് ഗുണിക്കുമ്പോ 3 പൂജ്യം 24 11 10. ഇനി 2 കൊണ്ട് ഗുണിക്കുമ്പോ 0 6 7 2. ഇത് കൂട്ടണം അല്ലേ. കൂട്ടുമ്പോ 0 4 7 7 37,740 നിന്ന് എന്ത് കൊടുക്കണം? 24,000 കൊടുക്കണം. അപ്പൊ എന്ത് വരും? 13,740 പലിശ. 13,740 രൂപ പലിശ. അതാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. 8 വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകുന്നു എങ്കിൽ 3 മടങ്ങാകാൻ എത്ര വർഷം വേണം? ഇത് നമുക്കൊരു ആശയക്കുഴപ്പമുണ്ടാക്കും. ഇരട്ടിയാകാൻ 8 വർഷം എങ്കിൽ 3 മടങ്ങാകാൻ നിൽക്കുമ്പോൾ നമ്മൾ 24 വർഷം എന്നൊക്കെ പറയാൻ സാധ്യത അല്ലേ. അതെങ്ങനെയാ നോക്കാം. ഒരു 100 രൂപ തന്നിരിക്കുകയാണ്. മുതൽ 100 രൂപ. അത് എത്രയാകുന്നു? 8 വർഷം കൊണ്ട് 200 ആകുന്നു. അപ്പൊ എത്ര കൂടി? 100 കൂടി. 100 കൂടാൻ വഴി എടുത്തത് എത്രയാണ്? 8 വർഷം.
ഇനി ഇതിന്റെ 3 മടങ്ങാകുന്നു. അപ്പൊ 3 മടങ്ങാകുമ്പോ എത്ര വരും? 300 എന്ന് പറഞ്ഞാൽ എന്താ? ഈ 200 300 200 300 ആകാന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? അത് 100 തന്നെ. 100 കൂടും. 100 രൂപയാകാൻ 8 വർഷം എടുത്തു. വീണ്ടും 100 രൂപയാകാൻ എത്ര വർഷം എടുക്കും? 8 വർഷം എടുക്കും. അപ്പൊ ആദ്യത്തെ 8 വർഷമുണ്ട്, രണ്ടാമത്തെ 8 വർഷമുണ്ട്. ആകെ എത്ര വരും? 16 വർഷമാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. 2,1.75 ഗുണിക്കണം 2,1.25 ഗുണിക്കണം 3,1.1 ഗുണിക്കണം 3,1.9. ഒരു നോട്ടത്തില് പ്രയാസമുള്ള ചോദ്യമാണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ്. അതെങ്ങനെ സിമ്പിൾ ആകുന്നത് കാണാം. 2,1.75 ഗുണിക്കണം 2,1.25 ഗുണിക്കണം 3,1.1 ഗുണിക്കണം 3,1.9. ഇവിടെ രണ്ടും ഒരേ ബേസ് ആണ് അല്ലെ? ഇവിടെ രണ്ടും ഒരേ ബേസ് ആണ്. ഇവിടെ 2 2 ഇവിടെ. ഇങ്ങനെ ഘാതം വെച്ച് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യാം? ആ ഘാതങ്ങൾ തമ്മിൽ കൂട്ടുക വേണ്ടത്. അത്രയേ ഉള്ളൂ. 1.75 1.25 കൂട്ടണം. കൂട്ടിയാൽ എത്ര കിട്ടും? 2,3 ഗുണിക്കണം 1.1 1.9 കൂടെ കൂട്ടണം. കൂട്ടിയാൽ എത്ര വരും? 3,3. 2,3 എത്രയാ? 8. 3,3 എത്രയാ? 27. 27 8 കൊണ്ട് ഗുണിക്കുക. എത്ര വരും? 8 7 56 16 216. ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. √7 പ്ലസ് √5 ഇൻറ്റു √7 മൈനസ് √5. ഇങ്ങനെ ഒരു സൂത്രവാക്യമുണ്ട്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണെന്നറിയോ? അത് a² മൈനസ് b². ഈ സൂത്രവാക്യം മനസ്സിലുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. എങ്ങനെയാ? √7 പ്ലസ് √5 ഗുണിക്കണം √7 മൈനസ് √5 എന്നാണല്ലോ അല്ലേ? അപ്പൊ ഇത് പ്രകാരം എന്ത് വരും? a² മൈനസ് b². അതായത് √7² മൈനസ് √5². √7² 7² 49. അതിന്റെ റൂട്ട് എത്രയാ? 7 മൈനസ് 5² 25. അതിന്റെ റൂട്ട് എത്രയാ? 5. അപ്പൊ 7 മൈനസ് 5 എത്രയാ? 2 ആണ് അതിന്റെ ഉത്തരം. അത്രയേ ഉള്ളൂ. അടുത്തത്. ഒരു സമചതുരക്കട്ടയുടെ വക്ക് 3 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങ്? അപ്പൊ സമചതുരക്കട്ടയുടെ വക്ക് 1 ആണെന്ന് വിചാരിക്കുക. 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ വ്യാപ്തം എത്ര വരും? 1³ അതായത് 1. 3 മടങ്ങാകുന്നു. അപ്പൊ എത്ര വരും? 3³. അതെത്രയാ? 3³ 27. 1 എന്തായി? 27 ആയി. അപ്പൊ എത്ര മടങ്ങ് വർദ്ധിച്ചു? 27 മടങ്ങ് വർദ്ധിച്ചു. അടുത്ത ചോദ്യം. 56 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ വൃത്തത്തിന്റെ വിസ്തീർണം എത്രയാണ്? 56 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം. ഇതാണ് സമചതുരം. ഇത് 56 സെന്റിമീറ്റർ ചുറ്റളവാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒരു വശം എത്ര വരും? 56 4 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. 14 വരും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ, ഈ സെന്ററിൽ ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ അല്ലെ, ഇത് താൽക്കാലിക വൃത്തമാണ്, സീരിയസ് എടുക്കണ്ട. ഇങ്ങനെ വൃത്തം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ വ്യാസം എത്ര വരും? വ്യാസം എന്ന് പറയുന്നത് ഇത് ഈ വശം തന്നെയാണല്ലോ വ്യാസം അല്ലെ. അപ്പൊ 14 സെന്റിമീറ്റർ വരും. എങ്കിൽ അതിന്റെ ആരം എത്ര വരും? 7 സെന്റിമീറ്റർ വരും. ഈ വൃത്തത്തിന്റെ വിസ്തീർണം എന്തായിരിക്കും? πr² ആയിരിക്കും. π എന്ന് പറയുന്നത് 22/7 ഗുണിക്കണം r 7², അതായത് 7 ഗുണിക്കണം 7. ഈ 7 വെട്ടി 7 വെട്ടി 22 7 ഗുണിച്ച് എന്ത് വരും?
154 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഉത്തരം. അടുത്തത്, എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 4 മടങ്ങാണ്. 5 വർഷം മുമ്പ് എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 9 മടങ്ങായിരുന്നു. എയുടെ വയസ്സ് എത്ര? ഇപ്പൊ എന്താണ്? എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 4 മടങ്ങാണ്. അപ്പൊ എ സമം എത്ര? ബിയുടെ വയസ്സിന്റെ 4 മടങ്ങ്, അതായത് 4B. 5 വർഷം മുമ്പ് എന്ത് പറയും? 5 വർഷം മുമ്പ് എന്ത് സംഭവിക്കും? 5 വയസ്സ് കുറയും. അപ്പോ എയുടെ വയസ്സ് ഇപ്പൊ എത്രയാണോ അതിൽ 5 കുറയും. -5 സമം എന്താണ്? ബിയുടെ വയസ്സിന്റെ 9 മടങ്ങ്. അപ്പൊ ബിയുടെ വയസ്സിന്റെ 9 മടങ്ങ് എന്ന് പറയുമ്പോൾ 5 വർഷം മുമ്പല്ലേ. അപ്പൊ ബിയുടെ വയസ്സ് എന്ത് ചെയ്യും? 5 കുറയും, 5 വർഷം മുമ്പാവും. എന്നിട്ട് അതിന്റെ 9 മടങ്ങ്. ഇതിനെ ഒന്ന് വിപുലീകരിച്ചാല് A-5 സമം എന്താണ്? 9B -45. നമുക്ക് ഈ -5 എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? A സമം 9B -45. ഈ -5 ആണല്ലോ, അപ്പൊ ഇത് +5 ആവും. സമം എന്ത് വരും? A സമം -45ഉം +5 എത്രയാ? അത് -40. 9B -40. ഇവിടെ A സമം 4B എന്ന് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എക്ക് പകരം 4B സമം 9B -40 എന്നെന്ത് ചെയ്യാം? ഈ -40 അങ്ങോട്ടേക്ക് പോട്ടെ, 4B ഇങ്ങോട്ടേക്ക് വരട്ടെ. -40 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? അത് 40 ആവും. സമം 9B -4B, അതായത് 5B. 5B സമം 40 ആണെങ്കിൽ B സമം എന്ത് വരും? 40/5, അതായത് 8. അത് ബിയുടെ വയസ്സാണ് 8. പക്ഷെ ചോദിച്ചത് എന്താണ്? എയുടെ വയസ്സാണ്. നമുക്കറിയാം A സമം 4B ആണ്. അതായത് ബിയുടെ വയസ്സ് 8 ആണെങ്കിൽ എയുടെ വയസ്സ് അതിന്റെ 4 മടങ്ങാണ്. അതായത് A സമം 32 ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, √1000 മൈനസ് √250. √1000 മൈനസ് √250. √1000 ഒന്ന് മാറ്റി എഴുതാം. അതെങ്ങനെയാണെന്ന് അറിയോ? ഇതാ ഞാൻ എഴുതാൻ പോവാണ്. 100 ഗുണിക്കണം 10. 100 ഗുണിക്കണം 10 ആണല്ലോ 1000. മൈനസ് ഇതിനെ അതുപോലെ 25 ഗുണിക്കണം 10 റൂട്ടാണേ. ഇനി √100 അറിയാം അല്ലേ? അത് 10 √10. ഇതിന്റെ റൂട്ട് 10, ഇത് √10 തന്നെ. മൈനസ് 25ന് 5 √10. ഇനി സിമ്പിൾ അല്ലേ? 10 √10 നിന്ന് 5 √10 കുറക്കുമ്പോൾ എന്ത് വരും? 10 - 5 5 √10. ഓപ്ഷൻ ബി ഇതിനകത്ത്, ഓപ്ഷൻ ബി. വ്യത്യസ്തമായത് ഏത്? ഗോളം, ത്രികോണം, ചതുരക്കട്ട, സ്തൂപികം. ഇത് സിമ്പിൾ ആണ് അല്ലെ? ഗോളവും ചതുരക്കട്ടയും സ്തൂപികയും എന്താണ്? അത് ത്രിമാന രൂപങ്ങളാണ്. ത്രികോണം എന്ന് പറയുന്നത് അതൊരു ദ്വിമാനം, അതായത് നീളവും വീതിയും മാത്രമേ ഉള്ളൂ. ഇതിന് നീളവും വീതി ഉയരമുണ്ട്, ഇതിലും നീളവും വീതി ഉയരമുണ്ട്, ഇതിലും നീളവും വീതി ഉയരമുണ്ട്. അപ്പൊ ത്രികോണമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അടുത്തത് 38, 49, 62, 70 അഞ്ചാമത്തെ സംഖ്യ. ഈ പാറ്റേണിലെ അടുത്ത സംഖ്യ 38, 49, 62, 70 അടുത്ത സംഖ്യ. ഇത് എങ്ങനെയാണ് അടുത്ത സംഖ്യയിലേക്ക് പോകുന്നത്? 38ന്റെ കൂടെ 11 കൂട്ടണം, 49ന്റെ കൂടെ 13 കൂട്ടണം, 62ന്റെ കൂടെ പക്ഷെ 8 കൂട്ടുന്നുള്ളൂ അല്ലേ? അപ്പൊ കുറഞ്ഞേ, ഇത് കൂടി ഇത് കുറഞ്ഞേ. അപ്പൊ ആകെ ഒരു കൺഫ്യൂഷൻ വരുന്നത് അല്ലേ? എന്താ ചെയ്യാ? സിമ്പിൾ ആണ്. ഇതിലെ അക്കങ്ങൾ 3ഉം 8ഉം കൂടെ കൂട്ടി എത്രയാ? 11. അതാണ് ഇത്. ഓക്കെ. 4, 9 കൂടെ കൂട്ടി എത്രയാ? 13. അതാണ് ഇത്.
6ഉം 2ഉം കൂടെ കൂട്ടിയ എത്രയാ? 8. അതാണ് ഇത്. അപ്പൊ പിന്നെ ഇതിനും കൂടെ കൂട്ടുക എത്രയാ? 7 വരും. 70ന്റെ കൂടെ 7 കൂട്ടുക 77. അടുത്ത ചോദ്യം. ഒരാൾ തെക്ക് ദിശയിലേക്ക് 2 കിലോമീറ്റർ നടന്ന ശേഷം വലത്തേക്ക് തിരിഞ്ഞ് 3 കിലോമീറ്റർ, പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്തു എങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ അയാൾ ഉള്ളത്? ഇങ്ങനെ ഒരു ചോദ്യം എപ്പോഴും PSC പരീക്ഷയ്ക്ക് വരും. അപ്പോഴൊക്കെ ചെയ്യേണ്ടത് അതിന്റെ ഒരു ചെറിയ ചിത്രം വരയ്ക്കുക, ഇയാളുടെ പോക്കിന്റെ ചിത്രം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ സിമ്പിളായി. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരാൾ തെക്ക് ദിശയിലേക്ക് ഇത് അവിടുന്ന് നേരിക്കുക. തെക്ക് ദിശ എന്ന് പറയുമ്പോൾ അത് താഴോട്ടേക്ക് വന്നു 2 കിലോമീറ്റർ. എന്നിട്ടോ അവിടുന്ന് വലത്തോട്ടേക്ക് തിരിയും. ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ താഴോട്ടേക്കാണല്ലോ വന്നത് അല്ലെ? താഴോട്ടേക്ക് വന്നത് കൊണ്ട് വലത്തോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇടത്തോട്ടേക്ക് കൊണ്ടിരും, ഇങ്ങോട്ടേക്ക് പോകണം. അതെത്രയാ? 3 കിലോമീറ്റർ ആണ്. 3 കിലോമീറ്റർ. അവിടെ നിന്ന് എന്താ പിന്നെ എന്താ? ഇടത്തോട്ട് തിരിഞ്ഞ്. അപ്പൊ ഇടത്തോട്ട് തിരിയുമ്പോൾ നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്? ഇടത്തോട്ട് പറയുമ്പോൾ താഴോട്ടേക്ക് പോകും. എത്ര? 2 കിലോമീറ്റർ. ഓക്കെ, ഇനി ഇവിടെ എത്തി. അപ്പൊ പുറപ്പെട്ട ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യും? സിമ്പിൾ ആണ് അല്ലേ? കാണിച്ചു തരാം. നിങ്ങളെ ഈ ഒരു മട്ടത്രികോണം കിട്ടിയല്ലോ. ഇവിടെ കിട്ടിയല്ലോ. ഈ മട്ടത്രികോണത്തിന്റെ ഈ ഉയരം എത്ര വരും? ഇത് 2 ആണല്ലോ. അപ്പൊ ഇവിടേക്കും 2 തന്നെ. അപ്പൊ ആകെ എത്ര വന്നു? 4. അപ്പൊ ഈ ദൂരം 4. ഈ ദൂരം എത്രയാ? ഈ ദൂരമാണല്ലോ ഈ ദൂരം അല്ലേ? അതെത്രയാ? 3. അപ്പൊ ഈ സഞ്ചരിച്ച ദൂരം എന്താണ്? സഞ്ചരിച്ച ദൂരമല്ല, ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം എത്രയാണ്? ഇതിന്റെ ഇത് കർണമാണ്. മട്ടത്രികോണത്തിന്റെ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. ചോദിച്ചതാ. അത് കാണാൻ എന്താ വഴി? അത് പൈത്തഗോറസ് തിയറം ഉണ്ടല്ലോ. എന്താ? √3² + 4², പാദം² + ലംബം². അതായത് 9 കൂട്ടണം 16 √25. അതായത് 5 മീറ്റർ കിലോമീറ്റർ ആണ് അല്ലേ? 5 കിലോമീറ്റർ. അതാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. 15 സംഖ്യകളുടെ ശരാശരി 41.4 ആണെങ്കിൽ ആകെ തുക എത്ര? അപ്പൊ 15 സംഖ്യകളാന്ന് പറഞ്ഞിട്ടുണ്ട്, ശരാശരി 41.4 തന്നിട്ടുണ്ട്. പിന്നെ ആകെ തുക കാണാം. ഈ 41.4നെ 15 കൊണ്ട് ഗുണിച്ചാൽ മതി. 41.4 ഗുണിക്കണം 15. 15 4 60, 6 ബാക്കി. 15 1 15ഉം 6ഉം 21, 2 ബാക്കി. 15 4 60 2 62. ഇതില് ഒരു ദശാംശ സ്ഥാനമുണ്ട്, അത് ഇവിടെ ഇട്ടേക്കും. 621. അടുത്ത ചോദ്യം. A² വലുതാണ് B². ഈ ചിഹ്നം ശ്രദ്ധിക്കുക, ഇത് വലുതാണ്, തിരിച്ചാണെങ്കിൽ ചെറുതാണ്. അപ്പൊ ഇത് A² വലുതാണ് B². എയും ബിയും പോസിറ്റീവ്. അപ്പോൾ ഇതിലേതാണ് താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. A² വലുത് B² ആണ്, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിമ്പിൾ ആണ്, എ വലുത് ബി. ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 18 48 ഇവയുടെ ഉസാഖ എന്ന് പറഞ്ഞാൽ അറിയാല്ലേ? ഘടകമാണ്, ഉത്തമ സാധാരണ ഘടകം. അതില് ഇതിനും ഘടകങ്ങളുണ്ട് അല്ലെ? 1 ഇതിന്റെ 2 ഘടകമാണ്, 2 ഇതിന്റെ 2 ഘടകമാണ്, 3 ഇതിന്റെ ഘടകമാണ്, 4 അല്ല, 5 വരുന്നില്ല, 6 വരുന്നുണ്ട്, 2 ഘടകമാണ്. പിന്നെ വരുന്ന ഏതാ? 7 വരുന്നില്ല, 8 വരുന്നില്ല, 9 വരുന്നുണ്ട്. 9 ഇതിന്റെ മാത്രം ഘടകമാണ്, ഇതിന്റെ അല്ല. 10 വരുന്നില്ല, 11 വരില്ല, 12 ഇതിന്റെ ഘടകമാണ്, ഇതിന്റെ ഘടകമല്ല. അപ്പൊ രണ്ടിലും ഉള്ള ഘടകങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? 1 2 3 6. ഈ 4 സംഖ്യകൾ മാത്രമേ ഉള്ളൂ. രണ്ടിന്റെയും ഘടകമാണ് വരുന്നത്. അതിന് വലുത് ഏതാ? 6. 6 ആണ് ഇതിന്റെ ഉസാഖ. 18 48 അത്രയേ ഉള്ളൂ. ഒരു സംഖ്യയുടെ 0.15% കാണണമെങ്കിൽ സംഖ്യയെ എത്ര കൊണ്ട് ഗുണിക്കണം? അതൊന്നുമില്ല. 0.15%, 0.15% എന്ന് പറഞ്ഞാൽ 0.15/100. ഇപ്പൊ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ദശാംശ സ്ഥാനം കൂടി കൂടും. ഇവിടെ ഇപ്പൊ 2 ദശാംശ സ്ഥാനം ഉണ്ട്, അതിന്റെ കൂടെ പിന്നെയും 2 ദശാംശ സ്ഥാനം കൂടെ കൂടും. ഇപ്പൊ എത്ര വരും?
4 ദശാംശം വരും. അതായത് 0.015. ഇപ്പൊ 4 2 പൂജ്യം ഇപ്പൊ ഇട്ടാൽ മതി. അതാണ് അതിന്റെ ഉത്തരം, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഒരു സാധനത്തിന്റെ വിറ്റുവില 120 രൂപയാണേ, നഷ്ടം 20 രൂപയുമാണെങ്കിൽ അതിന്റെ യഥാർത്ഥ വില, അപ്പം വിറ്റുവില 120 ആണ്, നഷ്ടം 20 രൂപയാണ്. യഥാർത്ഥ വില എന്താ ചെയ്യാം, ഈ വിറ്റുവിലയുടെ കൂടെ നഷ്ടം കൂടെ കൂട്ടുക, 120 20 കൂടെ കൂട്ടുക, 140 രൂപ. അത്രയേ ഉള്ളൂ എന്റെ ഉത്തരം. ഒരു കാർ ആദ്യത്തെ 30 കിലോമീറ്റർ 15 കിലോമീറ്റർ പെർ മണിക്കൂറിലും രണ്ടാമത്തെ 50 കിലോമീറ്റർ 25 കിലോമീറ്റർ പെർ മണിക്കൂറിലും ഓടുന്നു. മുഴുവൻ യാത്രയുടെയും ശരാശരി വേഗത എന്താണ്? മുഴുവൻ യാത്രയുടെയും ശരാശരി വേഗത കാണണമെങ്കിൽ എന്ത് വേണം? ദൂരം ബൈ സമയം. ദൂരം എത്രയാണ്? 30 കിലോമീറ്റർ പ്ലസ് 50 കിലോമീറ്റർ, അത് ദൂരമാണ് 80. ഇനി സഞ്ചരിച്ച സമയം കിട്ടുന്നു. 30 കിലോമീറ്റർ സഞ്ചരിച്ച എങ്ങനെയാ? 15 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുത്തു? 2 മണിക്കൂർ എടുത്തു അവിടെ. പ്ലസ് ഇത് 50 കിലോമീറ്റർ സഞ്ചരിച്ചത് 25 കിലോമീറ്റർ പെർ മണിക്കൂറിലാണ്, അവിടെയും 2 മണിക്കൂർ എടുത്തു. അപ്പൊ 4 മണിക്കൂർ എടുത്തു. 80/4, അതായത് 20 കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് ഇതിന്റെ ശരാശരി വേഗത. 4x + 6y = 38 എങ്കിൽ x3/4, x2/3, x2/5, x3/5 ഇങ്ങനെയുള്ളത്. ഇതെങ്ങനെ കിട്ടും? ഇത് നമ്മൾ ഈ ഓപ്ഷൻസ് തന്നെ എടുത്ത് ചെയ്ത് നോക്കലാണ് ഏറ്റവും നല്ല മാർക്ക്. ഇപ്പം 4x + 6y = 38 എടുക്കണം. x ഇവിടെ 3 ആണ്, അപ്പൊ 12. y 4, അപ്പൊ 12, 24, 36. തെറ്റി, ഇതല്ല. ഇനി x2 എടുക്കണം. 4, 2, 8. ഇത് y 3 ആകുമ്പോ 6y 18, 18ഉം 8ഉം 26 വരുന്നുള്ളൂ, അതുമല്ല. ഇനിയിപ്പോ ഇവിടെ x2 വന്നിട്ടുണ്ട്. 4, 2, 8, അത് കറക്റ്റ്. ഇനി 6y, y = 5, 6, 5, 30, 38, 38. ഇതാ ശരി. x = 2, y = 5. ആ ഓപ്ഷനാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 234.57 1000 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 234.57 1000 കൊണ്ട് ഹരിക്കുന്നു. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. എത്ര പൂജ്യം ഉണ്ടെങ്കിൽ 3, അത്രയും ദശാംശസ്ഥാനം അങ്ങോട്ടേക്ക് പോവുക. അപ്പൊ ഇവിടെ നിന്ന് 1, 2, 3 ദശാംശസ്ഥാനം കൂടി അങ്ങോട്ട് പോവുക. അതായത് 0.234 5. 9.1/3 മീറ്റർ നീളമുള്ള ഒരു തുണി 2 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ ഭാഗത്തിന്റെയും നീളം 9.1/3 മീറ്റർ ആണ്. 9.1 മീറ്റർ തുണിയാണ്. അതിന് എന്ത് ചെയ്യുന്നു? അതിനെ 2 ഭാഗങ്ങളാണ്. അപ്പൊ സിമ്പിൾ ആണ്. ആദ്യം എന്ത് ചെയ്യാം? ഇതൊരു മിശ്ര പിന്നാണല്ലോ. മിശ്ര പിന്നാക്കുമ്പോൾ 3, 9, 27 ഒന്നും 28/3 കിട്ടും. ഇതാണ് ഫുൾ തുണി. ഇനി ഇതിന്റെ കഷ്ണാക്കുമ്പോൾ എന്ത് വരും? 14/3, 14/3. അപ്പൊ ഒരു ഭാഗം എത്ര വന്നു? 14/3. ഓരോ ഭാഗത്തിന്റെ നീളം ഇത്രയേ ഉള്ളൂ. ഓക്കെ.